പാലക്കാട് ജില്ലയിലെ കുപ്പം പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം തന്നെയാണ് വിലയിരുത്താനാവുക? ഇവിടെ ഈ കാലയളവിലെ നമുക്ക് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരുന്നത് സാധ്യമല്ലാതെ മാറ്റിവെക്കുന്ന കാര്യങ്ങളെ സാധ്യമാക്കുക എന്നതാണ് മെയിൻ ടാർഗറ്റ്. അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പൊ നമുക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയില് നമുക്ക് 511 പേരാണ് അപേക്ഷകരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ 187 പേർക്ക് വീട് കൊടുത്തു. അപ്പൊ ഞങ്ങൾ പലതരത്തിൽ ഗ്രാമസഭകള് ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ പങ്കെടുക്കുമ്പോൾ ഈ അപേക്ഷിച്ച 400ാമത്തെ ആള് 500ാമത്തെ ആളുകള് ഒരു വലിയ ആശങ്കയിൽ ഇവർക്ക് ഇനി ആനുകൂല്യം ലഭിക്കില്ല എന്ന ഒരു പ്രതീക്ഷയില് ഇരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അവര് നമ്മൾ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ വിഷമം നമ്മളോട് പങ്കുവെക്കാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ കഴിയും? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, മുഴുവൻ ആളുകളെയും ഞങ്ങളൊരു കണക്ക് വെക്കാതെ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഒന്നിച്ച് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിളിച്ച് തയ്യാറുള്ള മുഴുവൻ ആളുകൾക്കും നമ്മളിപ്പോ വീട് കൊടുത്തു. അവർക്ക് 1ാം ഗഡു 40,000 രൂപ അവരെ അക്കൗണ്ടിൽ കയറി തറപ്പണികൾ നടക്കുകയാണ്. അവർക്ക് വലിയ ആശ്വാസത്തിനാണ്. പിന്നെ നോക്കി നോക്കൂ നിങ്ങൾ, ഞങ്ങളുടെ 150 പേർക്ക് ഭൂമി ഇല്ലാത്ത ഭവനരഹിതരുണ്ട്. അവർക്ക് വീട് കൊടുക്കണം. അപ്പൊ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൂമി വാങ്ങി നൽകുക എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മളെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മെമ്പർമാരും സമൂഹത്തിലെ ആളുകളായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ഞങ്ങൾ അതിനൊരു വലിയ പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഭൂമി കൊടുത്ത് വീട് വെക്കാൻ ആവശ്യമായ ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ അതിന്റെ നടപടി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നടക്കില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നടപ്പാക്കലാണ് പ്രധാന ലക്ഷ്യം. നമ്മുടെ സംസ്ഥാന സർക്കാർ 2 കോടി രൂപ നമ്മുടെ കൊപ്പം ടൗൺ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ്. അപ്പൊ ആ ടൗണില് എന്നും ഗതാഗത കുരുക്ക്, മഴ പെയ്ത വെള്ളം നിറഞ്ഞ് ചളി ഒക്കെ പ്രശ്നമായിട്ട് കിടക്കുകയായിരുന്നു. കുറച്ച് കയ്യേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ 2 കോടി കിട്ടിയപ്പോൾ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് സർവേ നടത്തി ഈ കയ്യേറ്റങ്ങളെ മുഴുവൻ കുറച്ച് കർശനമായി തന്നെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ വിശാലമായ ഒരു ടൗണായി മാറി. അടുത്ത ഘട്ട MLA ഒക്കെ വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് 2 കോടി രൂപ വീണ്ടും നമുക്ക് അനുവദിച്ചിരിക്കാം. അങ്ങനെ നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ മുഖമായ കൊപ്പം ടൗണിനെ ഒരു മാതൃകാ ടൗണാക്കി മാറ്റുക എന്നത് നമ്മുടെ ഒരു വലിയ പ്രവർത്തനമാണ്. ഇതിന്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ കയ്യേറിയ പൊതുസ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിച്ച് നമുക്ക് ആവശ്യമായ ഇപ്പൊ വയോജന പാർക്ക്, അതുപോലെ തന്നെ മറ്റ് ആവശ്യമായ വിശ്രമവേളകളിലൊക്കെ ആനന്ദകരമാക്കാൻ ആവശ്യമായ പ്രദേശങ്ങളാക്കി മാറ്റല് നമ്മുടെ ഇപ്പൊ നോക്കൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം നമ്മുടെ യുവജനതയെ ഇടപെടുന്ന ഒരു മേഖലയാണ് സ്പോർട്സ്. അപ്പൊ ഞങ്ങൾ കേരളോത്സവം അതൊക്കെ വഴിപാട് ആയി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഴുവൻ ചെറുപ്പക്കാരെയും ഏർപ്പെടുത്തി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കൊപ്പം പഞ്ചായത്തിന്റെ നമ്മളല്ലാതെ പിന്നെ ആര് എന്ന് ഒരു ക്യാപ്ഷനോട് കൂടി. ഇതിനൊക്കെ ചെയ്യാൻ നമ്മളല്ലാതെ പിന്നെ ആരാ, ഇനി ആരെയും കാത്തു നിൽക്കേണ്ട. അങ്ങനെ മുഴുവൻ ചെറുപ്പക്കാരെയും വലിയ ഒരു ഒരു IPL മോഡലിലൊക്കെയാണ് നമ്മുടെ കേരളോത്സവത്തിന്റെ ഫുട്ബോൾ മേളകൾ ഉൾപ്പെടെ നടത്തിയത്. അതൊക്കെ വലിയ ചർച്ചയായി മുന്നോട്ട് പോയതെന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മാലിന്യ സംസ്കരണം സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന അത്തരത്തിലുള്ള കർശനമായ നടപടികളോടുകൂടി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ 34 ഹരിത കർമ്മസേന പ്രവർത്തകരെ അവര് വളരെ നല്ല രീതിയിൽ നമ്മുടെ ആദ്യഘട്ടം നമ്മുടെ വീടുകളൊക്കെ കയറുമ്പോൾ തന്നെ ഒരു സഹകരിക്കാത്ത സാഹചര്യമുണ്ട്. ഇന്ന് 95% വീടുകള് നല്ല രീതിയിൽ ഹരിതകർമ്മസേനയ്ക്ക് നല്ല പിന്തുണ നൽകിക്കൊണ്ട് ഒരു മികച്ച സേവന മേഖലയിലാണ്. അങ്ങനെ നമുക്ക് അത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് കുപ്പം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പഞ്ചായത്തിൽ കൂടുതലും കർഷകരൊക്കെയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ക്ഷീരകൃഷിക്കും നെല്ല് കൃഷിക്കും കുരുമുളകിനും എല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മള് എല്ലാവരെയും വിളിച്ചു ചേർക്കുകയാണ്. അങ്ങോട്ട് എന്ത് കൊടുക്കലല്ല, അവരെയൊക്കെ വിളിച്ചു ചേർത്ത് അവരോട് എന്താണ് നിങ്ങളുടെ ആവശ്യം, അത് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കർഷകരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മേഖലകളിലെ മുഴുവൻ ആളുകളുമായി അവരുടെ ഡിമാൻഡുകൾ ഞങ്ങൾ കേൾക്കും.
അതിന്റെ സാഹചര്യം അനുസരിച്ച് അതെല്ലാം നടപ്പാക്കും. കൃഷിക്ക് വലിയ മുന്തിയ പരിഗണനയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അവിടെ വലിയ ആ ഒരു പ്രശ്നം പറഞ്ഞിരുന്നത് വന്യജീവി ആക്രമണമാണ്. ഇപ്പൊ ഈ കാട്ടുപന്നിയുടെ ശല്യം വലിയ രീതിയിൽ വിള നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ സോളാർ ഫെൻസിങ് വലിയ പ്രതിസന്ധി ആണെങ്കിലും കൂടി സോളാർ ഫെൻസിങ് നമ്മൾ വെച്ചു. അത് ഇപ്പോ അതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുള്ള ആളുകളല്ല കൃഷിക്കാര്, പാട്ടകൃഷിക്കാരാണ്. എന്നാലും നമ്മൾ കൂടുതൽ സംഖ്യ വെച്ച് നമ്മളെ എല്ലാ കൃഷിക്കാരെയും സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. തെങ്ങ് കൃഷി വികസനം, കവുങ്ങ് കൃഷി വികസനം, അതുപോലെ നെല്ലിനാവശ്യമായ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പിന്തുണ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരവികസന മേഖല പ്രതിസന്ധിയാണെങ്കിലും കൂടി അവരെ സഹായിക്കാൻ ആവശ്യമായ വലിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്തടക്കം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളായാലും MCFകളും ബയോബിനുകളും അടക്കം സ്ഥാപിച്ചിട്ടായാലും തന്നെ ഈ മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നിരവധിയായിട്ടുള്ള സംഭാവനകളും ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതെ ഉണ്ട്. നമ്മള് ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞതാണ് മാലിന്യ സംസ്കരണം എന്നറിയാമല്ലോ. അതിനെ നമ്മള് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇടപെട്ടിരുന്നത്. അവിടെ നമുക്കൊരു പ്രശ്നം, ഒരു MCF നമ്മുടെ പഞ്ചായത്തിലില്ല. അത് വാടക കെട്ടിടത്തിലാണ്. 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പൊതുവായ കുറച്ച് സ്ഥലമുണ്ട്, PWD ഉൾപ്പെടെയുള്ള സ്ഥലം കൊപ്പം ടൗണിൽ തന്നെ. അപ്പൊ അതെല്ലാം വില്ലേജ് അധികാരികളുമായി സർവേ നടത്തിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ പോസിറ്റീവായി കളക്ടർ അതിലെ ഒരു അനുകൂല നടപടി എടുത്തിട്ടുണ്ട്. അടുത്തു തന്നെ ഒരു വലിയ ബഹുനില കെട്ടിടം വളരെ സൗകര്യത്തോടു കൂടി MCFന്റെ നമ്മളവിടെ നിർമ്മിക്കും. എല്ലാ വാർഡിലും നമുക്ക് ഈ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മെറ്റീരിയലുകൾ കളക്ട് ചെയ്യാൻ ആവശ്യമായ മിനി MCFകൾ നമ്മളിപ്പോ ഈ വർഷം എല്ലാ വാർഡിലും 2 വീതം വിതരണം ചെയ്യൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബോട്ടിൽ ബൂത്തുകൾ ഇപ്പൊ എല്ലാ വാർഡിലും ഈ 2 എന്ന രീതിയിലും ടൗണിലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥാപിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബിൻ 300 വേസ്റ്റ് ബിൻ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കൽ കഴിഞ്ഞു. CCTVകൾ CCTV ക്യാമറ നമ്മൾ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ അത്തരം ക്യാമറ വെക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. വലിയ വെല്ലുവിളി നേരിട്ടാണെങ്കിലും കൂടി നമ്മുടെ പൊതുജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് നല്ല രീതിയിലുള്ള അവബോധം നൽകിക്കൊണ്ട് കുട്ടികളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കി ഞങ്ങളെ മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറുകയാണ്. അതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും ഞങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായും ഈ യുവാക്കൾക്കും വിദ്യാഭ്യാസ രംഗത്തും അടക്കം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം തന്നെ സ്ത്രീ ശാക്തീകരണത്തിനടക്കമുള്ള പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുടുംബശ്രീ അടക്കം അവർക്കായുള്ള തൊഴിൽ സംരംഭങ്ങൾ അടക്കം തന്നെ ഏത് രീതിയിലാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? നമ്മുടെ ഖേദകരമാണ്, നമ്മളെ 26 വർഷമായി കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വിവിധ യൂണിറ്റുകളിലായിട്ട് നമുക്ക് 260 കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാർ അടക്കം നിരവധി സഹായങ്ങൾ ഈ മേഖലയ്ക്ക് ചെയ്യുമ്പോൾ അതിനെ മുഴുവനായി ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മുഴുവൻ യൂണിറ്റുകളിലെയും 5 പേരെ വീതം ഞങ്ങൾ ഒരു യോഗം വിളിച്ച് അവരെ നിർബന്ധിച്ച് ഒരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ വലിയ സമ്മർദ്ദം ഞങ്ങൾ കൊടുക്കേണ്ടായി. നിങ്ങൾ തയ്യാറായി വരൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തി എല്ലാ യൂണിറ്റുകളും അതിന്റെ ഭാഗമായി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവരെ ഞങ്ങളൊരു സംരംഭം തുടങ്ങിയേ സമ്മതിക്കൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഒപ്പം നമ്മുടെ ആശാ വർക്കർമാർ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. അംഗനവാടി ജീവനക്കാരെ നിരന്തരമായി വിളിച്ചുകൊണ്ട് അവരോട് ഇത്തരം ജനങ്ങളോട് നല്ല രീതിയിൽ സംവദിക്കാൻ ആവശ്യമായ ഇടപെടാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതിന് പുരോഗതിയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കരുതിയിരിക്കുന്നത്? നമുക്ക് നോക്കി നോക്കൂ, നമ്മളെ ഇപ്പോ വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ കിഡ്നി പേഷ്യന്റ് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ടാണ്.
അപ്പൊ ആദ്യഘട്ടത്തിൽ ഞങ്ങളെ ഭരണസമിതിയാണ് എല്ലാ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് കിറ്റുകളൊക്കെ തന്നെ ഡയാലിസിസ് കിറ്റുകളൊക്കെ ആളുകൾ കൊടുക്കും. പലതരത്തിൽ സംഘടനകൾ കൊടുക്കും, സർക്കാർ കൊടുക്കും. പക്ഷെ ഈ വണ്ടി വാടക അവർക്ക് കിട്ടാനില്ല. അപ്പൊ അതിന് സംവിധാനത്തിന് അവർ നമുക്ക് തരുന്ന ബില്ലുകളൊക്കെ 4000 രൂപ വരെയുള്ള ബില്ലുകൾക്ക് 4000 വെച്ച് രൂപ അവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ തുടങ്ങി. വലിയ തടസ്സമായിരുന്നു. ഇംപ്ലിമെന്റ് ഓഫീസർമാരൊക്കെ തടസ്സം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ അത്തരം 33 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് 4000 വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് പോരാ, കൂടുതൽ സൗകര്യങ്ങൾ വേണം. അപ്പൊ പഞ്ചായത്തിന്റെ പ്രധാന ആവശ്യം ഒരു ഡയാലിസിസ് സെന്റർ വേണം. വലിയ ചെലവേറിയതാണ്. സംസ്ഥാന സർക്കാരിന്റെയും നമ്മുടെ കൊപ്പ സർവീസ് സഹകരണ ബാങ്ക് എല്ലാം സന്നദ്ധമായി മുഴുവൻ കാര്യങ്ങൾക്കും ഇടപെടുന്ന ബാങ്ക. അവരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരം ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഡയാലിസിസ് കേന്ദ്രം കൊപ്പത്ത് വേണം, പ്രധാനപ്പെട്ട ടൗണാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരുടെ ഒരു കായിക മേഖല വിപുലപ്പെടുത്താൻ ആവശ്യമായ നമ്മുടെ MLA ഒക്കെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഇപ്പൊ 1 കോടി രൂപ പാസാക്കി വിപുലമായ ഒരു ഗ്രൗണ്ട് വന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ മേഖലകളാക്കി വിവിധ മേഖലകളിൽ ആളുകളുടെ കായിക രംഗം വളർത്തുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള വ്യായാമ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നത് പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ ഒപ്പം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞ പഞ്ചായത്ത് ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളെ മുഴുവൻ ഞങ്ങൾ വിളിച്ചു വരുന്നു. 512 കുട്ടികളെ കൊപ്പം പഞ്ചായത്ത് അതിർത്തിയിലുള്ള കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. വലിയ മാനസിക സംഘർഷമാണ്. അവരെ ഞങ്ങൾ വിളിച്ചു വരുത്തി നല്ല ട്രെയിനറായ നമ്മുടെ സേതു മാഷെ പോലുള്ള ആളുകളെ കൊണ്ട് നല്ല രീതിയിൽ അവർക്കൊരു പിന്തുണ നൽകുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു വലിയ ആവേശം രക്ഷിതാക്കൾ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഈ കുട്ടികളുടെ രചനകൾ നല്ല രീതിയിൽ അവർക്ക് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ഈ ഒപ്പം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയോടുകൂടി ഞങ്ങൾ നടപ്പാക്കുകയാണ്. പിന്നെ നമുക്ക് ഗതാഗത രംഗത്ത് വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ ജലജീവ മിഷൻ വന്നതോടുകൂടി എല്ലാ റോഡുകളും പൊളിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വലിയ ഇടപെടലിന്റെ ഭാഗമായി എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ 90% നടന്നു കഴിഞ്ഞു. ബൈപ്പാസ് ഇപ്പൊ കൊപ്പം ടൗണിൽ ഒരു തിരക്ക് വന്നാൽ, ഇപ്പോ ദേശോത്സവം പോലെ ഒക്കെയുള്ള പരിപാടികൾ വന്നാൽ നമുക്ക് തൃശ്ശൂര് മൈസൂർ റൂട്ടാണ്, പ്രധാന പാതയാണ്. അപ്പൊ നമുക്കൊരു ബൈപ്പാസ് വേണം. അതിനാവശ്യമായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ സ്ഥലം ഏറ്റെടുത്ത് അത് നടപ്പാക്കാൻ ആവശ്യമായ വലിയ ഇടപെടൽ നമുക്ക് നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജില്ലയിലെ 2024-25 വാർഷിക പദ്ധതി 100%-ലധികം 114.64% ചെലവഴിച്ച് ജില്ലയിൽ ഒന്നാമതും സംസ്ഥാന തലത്തിൽ രണ്ടാമതുമായി എത്തി നിൽക്കുകയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത്. ആ സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാം. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്. ഇനിയും അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ, ബഹുമതികൾ എല്ലാം തന്നെ ഈ പഞ്ചായത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ ടി ഉണ്ണികൃഷ്ണൻ.